എനിക്ക് തോന്നുന്നു ഒരു 4 വയസ്സിലൊക്കെ ചെറുതായിട്ടൊക്കെ വായിച്ചിരുന്നു. ഇതൊരു 7 സ്ട്രിങ് വയലിനാണ്. ഇതിന്റെ പേര് മാർക്ക് വുഡ് വൈപ്പർ എന്നാണ് ഇതിന്റെ പേര്. ഇത് എൻ്റെ മാത്രമേ ഉള്ളൂ. ഒരു 6 മാസത്തോളം വീട്ടിൽ ഇതിന്റെ ഒരു തയ്യാറെടുപ്പ് നടത്തിയായിരുന്നു. അപ്പോൾ അതിന്റെ നമ്മൾ ആദ്യം ഒരു 8 മണിക്കൂർ അല്ല 5 മണിക്കൂർ, പിന്നെ ഒരു 8 മണിക്കൂർ, അടുത്ത ദിവസം അങ്ങനെ തുടർച്ചയായിട്ട് ഞാൻ 22 മണിക്കൂർ വരെ വായിച്ചിട്ടുള്ളൂ. സാം സ്റ്റോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ടുഡേ വി ഹാവ് the famous violinist and the Guinness World Record holder Mr. M.S. Vishwanath and his daughter Parvati Vishwanath. So guys, welcome to the show. M.S. വിശ്വനാഥ്, എറണാകുളം തൃപ്പൂണിത്തുറ സ്വദേശി. കർണാടക സംഗീതത്തിൽ RLB കോളേജിൽ നിന്നും വയലിനിൽ ME ബിരുദവും വെസ്റ്റേൺ വയലിനിൽ ട്രിനിറ്റി കോളേജ് ഓഫ് ലണ്ടനിൽ നിന്നും ഡിപ്ലോമയും കരസ്ഥമാക്കിയിട്ടുണ്ട്. 36 മണിക്കൂർ വയലിൻ വാദനത്തിലൂടെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുള്ള ഇദ്ദേഹം വിയോള, ചെല്ലോ, ഡബിൾ ബാസ് തുടങ്ങിയ സംഗീതോപകരണങ്ങളും അനായാസം കൈകാര്യം ചെയ്യും. ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ റെക്കോർഡിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ്. ഇറ്റാലിയൻ സിംഫണി ഓർക്കസ്ട്രയിലും കനേഡിയൻ സിംഫണി ഓർക്കസ്ട്രയിലും പങ്കെടുത്തിട്ടുള്ള ചുരുക്കം ഇന്ത്യക്കാരിൽ ഒരാളായ വിശ്വനാഥ് ബാംഗ്ലൂർ സിംഫണി ഓർക്കസ്ട്രയിലും കൊച്ചിൻ ചേംബർ ഓർക്കസ്ട്രയിലും കൂടി അംഗമാണ്. പ്രിയ M.S. വിശ്വനാഥനും മകൾ പാർവതി വിശ്വനാഥനും സാം സ്റ്റോക്സിന്റെ വേദിയിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മുടെ സാംസ് മീഡിയയിലെ സാം സ്റ്റോക്സിലേക്കാണ് ഇന്ന് നിങ്ങൾ രണ്ടുപേരും കടന്നു വന്നിരിക്കുന്നത്. സോ നിങ്ങൾ രണ്ടുപേരെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? ഞാൻ M.S. വിശ്വനാഥ്, തൃപ്പൂണിത്തുറ സ്വദേശിയാണ്. ഞാനൊരു പ്രൊഫഷണൽ വയലിനിസ്റ്റാണ്. ഞാൻ പാർവതി വിശ്വനാഥ്, പ്രഭാത് പബ്ലിക് സ്കൂളിൽ 10th ഗ്രേഡിൽ പഠിക്കുന്നു. സോ വിശ്വൻ ചേട്ടാ, 25 കൊല്ലത്തെ ഒരു നീണ്ട ജേർണി ഉണ്ട് നമ്മൾ ഈ ഒരു മ്യൂസിക്കൽ ഫീൽഡിൽ തന്നെ. സോ ഈ ഒരു ഫീൽഡിൽ മെന്റർ ചെയ്യാനായിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നോ, അതെയോ എങ്ങനെയാ സ്വയം പ്രാക്ടീസ് ചെയ്ത് പോകുന്നതാണോ? ചെറുതിലെ മുതൽ ആ ഒരു ശീലം ഉണ്ടായിരുന്നോ? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? കൃത്യമായി പറഞ്ഞാൽ ഇത് ചെറുപ്പത്തിൽ കുഞ്ഞിലെ തുടങ്ങിയ ഒരു പ്രൊഫഷൻ അല്ല. അങ്ങനെ ഒരു ആഗ്രഹം പോലും ഇല്ലായിരുന്നു. ഒരു 15 വയസ്സ് തൊട്ടാണ് ഞാനിത് പഠിക്കാൻ ചേരുന്നതും അല്ലെങ്കിൽ ഈ മ്യൂസിക്കിലേക്ക് വരുന്നതും ഈ വയലിൻ കാണുന്നത് പോലും. അതുവരെ നമ്മൾക്ക് ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലോ ഒന്നും തന്നെ വയലിൻ സംഗീതമോ അല്ലെങ്കിൽ മറ്റുള്ള കലാപരമായ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എന്നെ ഇതിലേക്ക് വരാൻ കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു എല്ലാവരും പഠിക്കാൻ പോകുന്ന പോലെ ഒരു ഹോബി ആയിട്ട് പഠിക്കാൻ പോയതാണ്. RLB കോളേജിലെ പ്രൊഫസർ PT രാധാകൃഷ്ണൻ സാറിൻ്റെ അടുത്താണ് ഞാൻ കർണാട്ടിക് മ്യൂസിക് ആദ്യമേ പഠിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് പഠിച്ചു വന്നപ്പോൾ സാറ് പറഞ്ഞു, +2 കഴിയുകയാണെങ്കിൽ നമുക്ക് RLB ചേർന്ന് പഠിക്കാമെന്ന് പറഞ്ഞു. അതിനെ തുടർന്നാണ് +2 പഠിച്ചത് പോലും പിന്നെ BA MA RLB കംപ്ലീറ്റ് ചെയ്തത്. അതിനോടൊപ്പം വെസ്റ്റേൺ വയലിനും കൊണ്ട് ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു. ശ്രീ ബെന്നി ചെറിയാൻ സാറിൻ്റെ അടുത്താണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ ഏകദേശം രണ്ടും ഒരേ സമയത്ത് തന്നെ കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കാണുന്നത്. ഓക്കെ, പാർവതി എപ്പം മുതലാണ് വയലിൻ ഇങ്ങനെ പരിശീലിച്ചു തുടങ്ങിയത്? കുഞ്ഞിലെ മുതൽ ആ ഒരു സംഗീത വാസന ഉണ്ടായിരുന്നതാണോ, അതെയോ അച്ഛൻ പരിശീലിപ്പിച്ചെടുത്തതാണോ? ഒന്ന് പറയാവോ? ഞാൻ ചെറുപ്പം തൊട്ടേ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 7 വയസ്സ് അല്ല, ചെറുപ്പം തൊട്ട് വയലിനുണ്ടായിരുന്നു. പിന്നെ കുറച്ചും കൂടെ പഠിക്കാൻ തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല. ഞാൻ വായിക്കുന്നതുകൊണ്ട് തന്നെ ഒരു 2 വയസ്സായപ്പോൾ കുട്ടികൾക്കുള്ള വയലിനുണ്ട്, അത് മേടിച്ചു വെച്ചു. അത് കൊടുത്ത് കളിക്കും. അങ്ങനെ വായിക്കാനൊന്നും പറ്റില്ല, എന്നാലും അതിനെ പിടിച്ച് എന്തെങ്കിലുമൊക്കെ ശബ്ദം കേൾപ്പിച്ച് എനിക്ക് തോന്നുന്നു ഒരു 4 വയസ്സിലൊക്കെ ചെറുതായിട്ടൊക്കെ വായിച്ചിരുന്നു. 4 വയസ്സിലൊക്കെ ഒരു സ്റ്റേജിലൊക്കെ നമ്മൾ ഈ മറ്റുള്ള സ്റ്റുഡൻസിനൊക്കെ വായിപ്പിക്കുന്ന ഒരു ഫംഗ്ഷനിൽ 4 വയസ്സായപ്പോൾ വായിച്ചിട്ടുണ്ട്.
പിന്നെ മടി പിടിച്ചിരിക്കും, ഇടയ്ക്ക് വായിപ്പിക്കും, അങ്ങനെയൊക്കെ അങ്ങനെ പോകുന്നു. പിന്നെ ഒരു കണ്ടിന്യൂറ്റി കിട്ടിയിട്ട് എനിക്ക് ഒരു 4 വർഷമായിട്ടാണ് തുടർച്ചയായിട്ടൊന്ന് എന്തെങ്കിലും പഠിക്കുന്നത്, പെർഫോം ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം. അത് ആക്ച്വലി ഒരു 2-3 വർഷം മുമ്പാണ് തുടങ്ങിയത് ശരിക്കും. സ്കൂളില് കലോത്സവ വേദികളിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? കലോത്സവം വയലിനിൽ ഇതുവരെ പോയിട്ടില്ല. കർണാട്ടിക് മ്യൂസിക് ആയതുകൊണ്ട് അതിന് ഞാൻ പോയിട്ടില്ല. ഈ സ്കൂളിൽ ആക്ച്വലി CBSE സ്കൂളിലവർക്ക് കർണാട്ടിക് ആണുള്ളത്. കർണാട്ടിക് പഠിച്ചിട്ടില്ല, വെസ്റ്റാണ് പഠിച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊരു കോമ്പറ്റീഷൻ ആയിട്ട് ഇല്ലാത്തതുകൊണ്ട് സ്കൂളിൽ പങ്കെടുത്തിട്ടില്ല. നമ്മളിപ്പോൾ കുറച്ച് പ്രേക്ഷകർക്ക് വേണ്ടി കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് മ്യൂസിക്സ് ആണ് നമ്മളിന്ന് പ്ലേ ചെയ്ത് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളെ ഇളയരാജ സാറിൻ്റെ ഒരു ഹൗ ടു നെയിം ഇറ്റ് എന്ന ആൽബത്തിലെ ഒരു കർണാട്ടിക് ആൻഡ് വെസ്റ്റേൺ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോമ്പോസിഷൻ ഉണ്ട്. അതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈ വയലിൻ ഫാമിലിയിൽ തന്നെ ഡിഫറെന്റ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ പ്രത്യേകതകൾ അതെല്ലാം പരിശീലിച്ചതാണോ? അതിന്റെ ആ ഒരു ഫീച്ചേഴ്സ് നമുക്കൊന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? തീർച്ചയായും. വയലിൻ ഫാമിലി എന്ന് പറയുമ്പോൾ പാശ്ചാത്യ സംഗീതത്തിലാണ് അതുള്ളത്. നമ്മുടെ കർണാട്ടിക് മ്യൂസിക്കിൽ അങ്ങനെ വയലിൻ്റെ മറ്റുള്ള ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ വയലിൻ, വിയോള, ചെല്ലോ, ഡബിൾ ബാസ്, ഈ 4 ഉപകരണങ്ങളാണ് ഈ ഫാമിലി എന്ന് പറയുന്നത്, വയലിൻ ഫാമിലി. അപ്പം ഞാൻ ആക്ച്വലി വയലിൻ വെസ്റ്റേൺ രണ്ടും പഠിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ ഈ വെസ്റ്റേൺ പഠിക്കണൊപ്പം നമുക്ക് കൊച്ചിയിൽ ആർട്സ് ആൻഡ് CAC ഉണ്ട്, കൊച്ചിൻ ആർട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അവിടെ നമുക്കൊരു ഗ്രൂപ്പ് പ്രാക്ടീസ് സെഷൻസ് ഒക്കെ ഇടയ്ക്കുണ്ട്. അപ്പോൾ ഈ സമയത്തൊന്നും ആക്ച്വലി ചെല്ലോ പ്ലെയേഴ്സ് ആരും ഇല്ല. അപ്പോൾ എനിക്കൊരു ഈ ബേസ് ഇൻസ്ട്രുമെന്റോട് എനിക്കൊരു താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ ചെല്ലോ വാങ്ങിച്ച് ഞാൻ തനിയെ പഠിച്ചതാണ്. ഇപ്പോൾ ഏകദേശം ഒരു 10-18 വർഷമായിപ്പോൾ അത് വായിക്കുന്നുണ്ട്. അപ്പോൾ തനിയെ പഠിച്ചെന്ന് പറഞ്ഞാലും നമ്മളതിൻ്റെ ബുക്സൊക്കെ വരുത്തി വയലിൻ നൊട്ടേഷൻസ് ഒക്കെ അറിയുന്നതുകൊണ്ട് തന്നെ അതിരുന്ന് പ്രാക്ടീസ് ചെയ്ത് അതിനൊരു വല്ലാത്തൊരു താല്പര്യം ഉണ്ടായിരുന്നു. ഈ ബേസ് ഇത് ബേസ് വായിക്കുന്നതോട് ചോദിച്ചാൽ അറിയാം, അത് ഒരു വല്ലാത്തൊരു അട്രാക്ഷൻ ആയിരിക്കും ബേസിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ചെല്ലോ വായിക്കുന്നു. ഇപ്പോൾ അത്യാവശ്യം നമ്മൾ ലൈവ് പെർഫോമൻസിനും ഫിലിം റെക്കോർഡിങ്ങിനും എല്ലാം ചെല്ലോ ചെയ്യാറുണ്ട്. പിന്നെ വിയോളയും അറിയാം, അത് വയലിൻ്റെക്കാളും ചെറിയ വ്യത്യാസമുള്ളൂ, നൊട്ടേഷൻസ് വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ നോക്കി വായിക്കാറുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഡബിൾ ബേസും വായിക്കുന്നുണ്ട്. അത് ആക്ച്വലി എനിക്ക് തോന്നുന്നു 3 വർഷമായി. അപ്പം അതും ഇതുപോലെ ഒരു താല്പര്യത്തിൽ വാങ്ങിച്ച് തനിയെ തന്നെ പഠിച്ചെടുത്താണ്. ചെല്ലോ വായിക്കുന്ന ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് അറിയുന്നതുകൊണ്ട് ഡബിൾ ബേസ് കുറച്ച് എളുപ്പത്തിൽ അങ്ങനെ മുഴുവൻ പഠിച്ചു പറയാൻ പറ്റില്ല, വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ്, പ്രത്യേകിച്ച് ഹാർഡാണ്. വയലിൻ ഈ ഡബിൾ ബേസ് ഒക്കെ വായിക്കുമ്പോൾ നമ്മളത് വായിച്ചിട്ട് വയലിൻ വായിക്കാൻ തന്നെ പ്രയാസമാണ്. നമ്മുടെ ഫിംഗേഴ്സിൽ അത്രയും സ്ട്രെയിൻ ആണ്. അതുകൊണ്ട് അതിലുള്ള പ്രാക്ടീസ് തന്നെ കുറവാണ്. കാരണം വയലിൻ കൂടുതൽ ടൈം ഉള്ളതുകൊണ്ട് അത്യാവശ്യം ഡബിൾ ബേസിൻ്റെ പ്രോഗ്രാംസ് റെക്കോർഡിങ്സ് വരുമ്പോൾ എടുത്ത് വായിക്കുന്നേ ഉള്ളൂ. അതാണ് അതിൻ്റെ ഒരു രീതി. പിന്നെ എൻ്റെ ഒപ്പം കർണാട്ടിക് വയലിനും പ്രാക്ടീസ് ചെയ്യാറുണ്ട്, കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്, അങ്ങനെ പോകുന്നു. ഓക്കെ, വിഷൻ ചേട്ടൻ പറഞ്ഞു വയലിൻ ഫാമിലിയിൽ തന്നെ ഇത്ര ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ അതൊന്ന് പ്ലേ ചെയ്ത് കാണിക്കാമോ? ഡബിൾ ബേസ് ഞാൻ ആക്ച്വലി കൊണ്ടുവന്നിട്ടില്ല. അത് ആക്ച്വലി അത്ര എളുപ്പമല്ല അത് ഇങ്ങോട്ട് നമുക്ക് ക്യാരി ചെയ്യാനും ഇപ്പോൾ ഈ ഫ്ലോറിലേക്ക് കയറ്റിക്കൊണ്ട് വരാനൊന്നും. അപ്പോൾ അതിൻ്റെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുകൊണ്ട് വരാനുള്ള എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. പക്ഷേ ചെല്ലോ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഞങ്ങളൊരു വയലിനും ചെല്ലയും വെച്ചൊരു ചെറിയൊരു മ്യൂസിക് ഞങ്ങൾ പ്ലേ ചെയ്യാം.
1, 2, 3, 1, 2, 3. ഈ കർണാട്ടിക് മ്യൂസിക്കും അതുപോലെ വെസ്റ്റേൺ മ്യൂസിക്കും തമ്മിൽ നല്ല ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇത് നമ്മൾ ഒരുമിച്ച് പരിശീലിച്ച ആളാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ വിശ്വൻ ചേട്ടൻ്റെ ആ ഒരു അതിൻ്റെ ഡിഫറൻസ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇത് ആക്ച്വലി നമ്മൾ ഒരു കമ്പാരിസൻ്റെ ആവശ്യമില്ലെന്നുള്ളതാണ് ഞാൻ ആദ്യം പറയുന്നത്. രണ്ടും ഡിഫറെൻറ്റ് ജോണറാണ്. രണ്ടിലും ഞാൻ സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്, പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ കർണാട്ടിക്കിൻ്റെ സമയത്ത് നമ്മൾ അത് വെസ്റ്റേൺ നോക്കുക, വെസ്റ്റേൺ ആഡ് ചെയ്യുക അങ്ങനെയൊന്നുമില്ല. അത് അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റൈലിൽ തന്നെ പോകണം. വെസ്റ്റേൺ ചെയ്യുമ്പോഴും വെസ്റ്റേൺ ക്ലാസിക്സ് ചെയ്യുമ്പോഴും നമ്മൾ അത് തന്നെ പ്യൂറായിട്ട് അത് തന്നെ നമ്മൾ വായിക്കാൻ ശ്രമിക്കണം. പിന്നെ നമ്മുടെ ഫിലിം സോങ്ങും മറ്റുള്ള കാര്യങ്ങളും ഫ്യൂഷനൊക്കെ വരുമ്പോൾ ഇതെല്ലാം കൂടി ഒന്നിച്ച് ചെയ്യാം. അത് എനിക്ക് ഒരുപാട് സൗകര്യമുണ്ട്. അത് കാരണം രണ്ടും കൂടെ പഠിച്ചുകൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ കർണാട്ടിക് ആണെങ്കിൽ ഇപ്പോൾ എനിക്ക് അടുത്ത ദിവസങ്ങളിലൊരു ഗുരുവായൂർ ടെമ്പിളിലൊരു കച്ചേരി ചെയ്യുന്നുണ്ട്. അതേ വീക്കിൽ തന്നെ ഞാനൊരു സിംഫണി, ഞങ്ങളൊരു ചെറിയൊരു ഗ്രൂപ്പ് അതും ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ അതെനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇങ്ങനെ ഡിഫറെൻറ്റ് ജോണർ ഒരേ സമയത്ത് ചെയ്യുക, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എന്നാലും അത് അങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അച്ഛൻ വെസ്റ്റേണും കർണാട്ടിക്കും ഒക്കെ ഒരുപോലെ കൊണ്ടുപോകുന്ന ഒരാളാണ്. പാർവതി കൂടുതലും വെസ്റ്റേണിലാണ് ഫോക്കസ് ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് വൈ വെസ്റ്റേൺ ഉള്ളി? എനിക്ക് കൂടുതലും വെസ്റ്റേൺ ആണ് ഇഷ്ടം. ഞാൻ അങ്ങനത്തെ മ്യൂസിക്കാണ് കൂടുതലും കേൾക്കാറ്. ക്ലാസിക്കൽ മ്യൂസിക് അധികം ഒന്നും കേൾക്കാറില്ല. അപ്പോൾ അതിനോട് അത്രയും ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ കുറച്ച് നാൾ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു, പിന്നീട് നിർത്തി. അതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കംഫർട്ടായിട്ട് തോന്നിയില്ല കർണാട്ടിക് മ്യൂസിക്. ശരിക്കും നമ്മൾ പഠിക്കുന്ന മ്യൂസിക് നമ്മൾ ശരിക്കും കേൾക്കണം. നമ്മൾ എന്തോരം കേൾക്കുന്നോ അതേ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കൂടുതലും. അത് മാത്രമല്ല പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്, പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ പല ജോണർ കേൾക്കണം. അപ്പോൾ ഈ ചിലവർക്ക് ചില മ്യൂസിക്കിനോട് താല്പര്യം കുറവ് അല്ലെങ്കിൽ കേട്ടാൽ മനസ്സിലാവില്ല എന്നൊക്കെ ഉള്ളവർ ചിലപ്പോൾ അത് കുറയും. അതാണ് ഇപ്പോൾ ഞാൻ കർണാട്ടിക് കുറച്ച് ശ്രമിച്ചതാ. പക്ഷേ ഈ പറഞ്ഞ പോലെ ആള് ഇങ്ങനെ കുത്തിയിരുന്ന് കേൾക്കില്ലാത്തതുകൊണ്ട് അവരുടെ ഇഷ്ടം അതായതുകൊണ്ട് നമ്മൾ വെസ്റ്റേൺ ആയതുകൊണ്ടും അത് പഠിക്കുന്നു. പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടില്ലേ മോളെ? ഞാൻ തന്നെ പഠിപ്പിക്കായിരുന്നു. അപ്പോൾ ഈ മെക്കാനിക്കലി വായിച്ചങ്ങ് പോകും, പക്ഷെ ആളുടെ ഉള്ളിൽ അങ്ങോട്ട് ഇല്ല, അതിങ്ങോട്ട് ഇരിക്കുന്നില്ല. അത് ശരിക്കും നമ്മളത് അങ്ങനെ ഒരു താല്പര്യം വന്നാൽ മാത്രമേ അത് വായിക്കാൻ പറ്റുള്ളൂ. ടെക്നിക്കലി നമുക്ക് വായിക്കാൻ പറ്റും, പക്ഷെ നമ്മുടെ മ്യൂസിക്കലി നമ്മുടെ മനസ്സിലുണ്ടാവില്ല അധികം. അതാണ് പ്രശ്നം. കേരളത്തിൽ കൂടാണ്ട് ഒരുപാട് വിദേശ ഓർക്കസ്ട്രേഴ്സിലൊക്കെ വർക്ക് ചെയ്ത ആളാണ് വിശ്വൻ ചേട്ടൻ. സോ അതിലുള്ള ആ ഒരു എക്സ്പീരിയൻസും കണ്ടുമുട്ടിയ കുറെ മ്യൂസിക് ഡയറക്ടേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അവരെ കുറിച്ചൊക്കെ ഒന്ന് ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവും? ഞാൻ കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹിച്ച് ഞാൻ വെസ്റ്റേൺ മ്യൂസിക്കിന് വേണ്ടിയിട്ട് ഒരു ടീച്ചറെ അന്വേഷിച്ചിരുന്നു. അപ്പോൾ എനിക്ക് ജർമ്മനിയിലുള്ള ഒരു ജിസല വോയിറ്റ്സ് എന്ന് പറഞ്ഞൊരു മാഡത്തായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റി. അവർ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ അവരുടെ അടുത്ത് ബാംഗ്ലൂരിൽ പോയി പഠിക്കുമായിരുന്നു. ആ സമയത്ത് ഒരു ഇന്ത്യൻ നാഷണൽ യൂത്ത് ഓർക്കസ്ട്ര ഫോം ചെയ്തു. സോ അത് ഇന്ത്യയിലുള്ള പല സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാർ അതിനകത്തുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ അതിലേക്കൊരു ഓഡീഷൻ എന്നെ അറിയിച്ചിരുന്നു. അപ്പോൾ മാഡം പറഞ്ഞു, ഇങ്ങനെ ടീച്ചർ പറഞ്ഞു, ഇങ്ങനെ ഓഡീഷൻ ഉണ്ട്, ഒന്ന് പങ്കെടുത്ത് നോക്കുമെന്ന് പറഞ്ഞു. അതിനുവേണ്ടി ഞാൻ ഡൽഹിയിലാണോ എനിക്ക് ഓർക്കുന്നില്ല, ഓഡീഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ പോയി ഓഡീഷൻ അറ്റൻഡ് ചെയ്ത് ആ ഓർക്കസ്ട്രയിലേക്ക് ഞാൻ ജോയിൻ ചെയ്തു. അപ്പോൾ അത് എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യൻസ് കുറേ ആൾക്കാരും, ഇപ്പോൾ കേരളത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ബോംബെ, മദ്രാസ്, പിന്നെ അല്ലെങ്കിൽ
നോർത്ത് ഈസ്റ്റ് അവിടെ നിന്നൊക്കെ ആൾക്കാർ. പിന്നെ അവർ പല ഇറ്റാലിയൻസിൻ്റെ കൂടെയും ഓസ്ട്രിയൻസിൻ്റെ കൂടെയൊക്കെ അവർ കൊളാബ് ചെയ്തിട്ടാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഫോറിൻ ആർട്ടിസ്റ്റുകളുടെ കൂടെയൊക്കെ വായിക്കാനും അവരുടെ അടുത്തൊക്കെ കുറച്ച് പഠിക്കാനൊക്കെ അവസരം ഉണ്ടായി. അതുപോലെ ഇറ്റാലിയൻ സിംഫണി ഓർക്കസ്ട്ര, കാനഡിയൻ സിംഫണി ഓർക്കസ്ട്ര അവരൊക്കെ കൂടെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു കാനഡിയൻ സിംഫണി ഓർക്കസ്ട്ര കൂടെ ഞാൻ സോളോ പെർഫോം ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ എഴുതിയ എൻ്റെ ഒരു കോമ്പോസിഷൻ ഞാൻ അതിനകത്ത് വായിക്കുകയും ചെയ്യും വിത്ത് ഗ്രൂപ്പായിട്ട്. അങ്ങനെയൊക്കെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ വിവിധ ബാൻഡുകളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് വിഷ്ണു ചേട്ടൻ. അപ്പൊ അതിൽ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്ത് ഏത് ഇൻസ്ട്രുമെന്റിലാണ്? അതുപോലെ ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ? എനിക്ക് ഇവിടെ കൊച്ചി ബേസിൽ ഒരു ബാൻഡ് എനിക്കുണ്ട്. എന്നാൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ടൊക്കെ ചെയ്യുന്നതാണ്. നമ്മളൊരു 10-15 വർഷമായിട്ട് ചെയ്യുന്നതാണ്. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യക്കകത്തും പുറത്തും എല്ലാം ഷോസ് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ പലരെ കൂടെ അസോസിയേറ്റ് ചെയ്ത് അല്ലാതെയും വായിക്കാറുണ്ട്. പിന്നെ ഇവിടുത്തെ മിക്കവാറും നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിലെ മ്യൂസിക് ഡയറക്ടേഴ്സായിട്ട് കൂടെ അവരുടെയൊക്കെ ഫിലിമുകളിലൊക്കെ വായിക്കാൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതിന് പ്രത്യേകം പറയാം, കൊച്ചിൻ സ്ട്രിങ്സിൻ്റെ ഒരു ഭാഗമാണ്. അതിൻ്റെ ഒരു ഭാഗ്യമുണ്ട്. കാരണം എല്ലാം പുലികളാണ്, അറിയാമല്ലോ. ഇവിടെ എല്ലാ സിനിമകളിലൊക്കെ വായിക്കുന്നവർ അവരെയൊക്കെ കൂടെയൊക്കെ വായിച്ചുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് എവിടെയെങ്കിലുമൊക്കെ വായിക്കാനൊരു ധൈര്യം ഉണ്ടാവുന്നത്. അത് അത്രയും ടോപ്പ് ആർട്ടിസ്റ്റുകളാണ് അതിനകത്തിരിക്കുന്നത്. സോ അപ്പം അതെ അപ്പം അവരുടെ ഒപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ വായിച്ചെത്തുന്നെങ്കിൽ നമ്മൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്ത് പോയാലേ പറ്റുള്ളൂ. അപ്പോൾ അത് ഒരു വലിയൊരു ഭാഗ്യമാണ്. പിന്നെ ഇന്ത്യൻ ഫിലിമിലെ പല ഫിലിമിന് വേണ്ടിയിട്ട് വായിക്കാറുണ്ട്. ഇപ്പോൾ ചെല്ലോയും ഡബിൾ ബേസും വയലിനും എല്ലാം വായിക്കാറുണ്ട്. പിന്നെ പല TV ചാനൽസിലും പല റിയാലിറ്റി ഷോസിലും ഒക്കെ വായിക്കാറുണ്ട്. എപ്പോഴും ഫുൾ ടൈം എൻഗേജ്ഡ് ആണ് അതിൽ. നിങ്ങൾക്കിത് ഒരുമിച്ച് കൂടി പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ടൈമൊക്കെ കിട്ടാറുണ്ടോ ഇതിൻ്റെ ഇടയ്ക്ക്? മോളായിട്ട് ഞങ്ങളിപ്പോൾ പെർഫോമൻസ് ഒന്നിച്ചിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവളുടെ സ്വന്തമായിട്ടുള്ള പ്രോഗ്രാംസ് ചെയ്യും. അപ്പം ഞങ്ങൾ ഒന്നിച്ച് ചില പ്രോഗ്രാം വരുന്നുണ്ടെന്നല്ല ചെയ്യാറുണ്ട്. ആ സമയത്ത് ഒന്നിച്ച് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ അടുത്ത് തന്നെ എബ്രോഡ് ഒരു ഷോ ഉണ്ട്, മലേഷ്യക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പുതിയ എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കും. മോൾ ഇതിന് മുന്നേ പുറത്ത് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടോ? ഇല്ല, മോൾ ആദ്യമായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. കേരളത്തിലും തമിഴ്നാട്, ബാംഗ്ലൂരൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒരുമിച്ച് തന്നെയാണ്? മോളും ബാൻഡിൽ ഉള്ളതാണ്? മോളും ഉണ്ട്. അത് എല്ലാ ഷോസിലും ഉണ്ടാവാറില്ല. ചില ഷോസിൽ ഉണ്ടാവും. ഈ വിളിക്കുന്നവർ അവർ ആവശ്യപ്പെടുന്ന ഷോസിലുണ്ടാവും. അല്ലാത്തല്ല ഞാൻ തന്നെ ചെയ്യുന്നത്. ഓക്കെ, പാർവതി ആണെങ്കിലും വിവിധ ഷോസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. സ്കൂളിൽ എന്താണ് ഇതിന്റെ ആ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത്? ഫ്രണ്ട്സിന്റെ ഒക്കെ അടുത്തുനിന്ന് നല്ല അപ്രിസിയേഷനും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ടോ? അവരൊക്കെ സപ്പോർട്ടാണ്. ഫ്രണ്ട്സൊക്കെ ഞാൻ ഒരു വട്ടം സ്കൂളിൽ വായിച്ചിട്ടുണ്ട്. ഒരു വട്ടം അല്ല, പണ്ടെപ്പോഴും വായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 9th പഠിക്കുമ്പോൾ ക്രിസ്മസ് സെലിബ്രേഷൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു വായിച്ചു കഴിഞ്ഞപ്പോൾ. പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും സപ്പോർട്ടാണ്. ഇത് തന്നെ പഠിച്ചാണോ അതോ അച്ഛൻ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണോ? അപ്പം പഠിപ്പിക്കുന്ന കാര്യം അത് വായിച്ചു പഠിക്കും. പിന്നെ പാട്ട് ഭയങ്കര ഫെമിലിയർ ആണെങ്കിൽ വായിക്കാനും കൂടെ ഭയങ്കര ഈസി ആയിരിക്കും. പേടിയുണ്ടോ അച്ഛൻ പഠിപ്പിക്കുമ്പോ? പേടിയൊന്നുമില്ല. പഠിപ്പിക്കുമ്പോ ഇടയ്ക്ക്, അല്ല അധികം ഒന്നും പറയാറില്ല. വിഷ്ണു ചേട്ടന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ്. സോ ഗൈസ്, വേറൊന്നല്ല, ആളൊരു 36 മണിക്കൂർ കണ്ടിന്യൂസ് എന്താണ് ആ ഒരു സെയിം ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്തുകൊണ്ടിരുന്നു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യന് ചിന്തിക്കുന്നതിലും അപ്പുറമാണ് അത്ര നേരം. അപ്പൊ ആ ഒരു ഡ്രീം അല്ലെങ്കിൽ ആ ഒരു ലെവൽ അച്ചീവ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്ന ആ ഒരു ഹാർഡ് വർക്ക്, ആ ഒരു ജേർണി, കൂടെ ഉണ്ടായിരുന്നവര് എല്ലാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? അല്ലെ, എപ്പോഴും ഞാനിങ്ങനെ എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആൾ തന്നെയാണ്. അപ്പോൾ അത് അങ്ങനെ വന്നപ്പോൾ നമ്മുടെ ബാൻഡ്മേറ്റ് ഷിയാസ് പറഞ്ഞത്, പക്ഷേ നമുക്കിങ്ങനെ ഗിന്നസ് ഉണ്ട്, ഒന്ന് ശ്രമിച്ചാലെന്ന് പറഞ്ഞു. അപ്പം പറയാം, എന്നാൽ നോക്കാം, എന്തായാലും വെറുതെ പൈസ ചിലവൊന്നുമില്ലല്ലോ, ചുമ്മാ നോക്കാൻ. അങ്ങനെ ട്രൈ ചെയ്തു. അവരെ സൈറ്റിൽ കയറി നമ്മൾ നോക്കി. അപ്പോൾ അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ട് ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞിട്ട് നമ്മൾ 1 വർഷം കഴിഞ്ഞുണ്ട് ചെയ്യാൻ. ഇത് അവർ അപ്രൂവൽ ചെയ്ത് തന്നു. പിന്നെ ഇത്ര നാളുകൊണ്ട് ചെയ്യണം എന്നതുണ്ട്. അപ്പോൾ ചെയ്യാൻ വേണ്ടി ആക്ച്വലി ഒരുപാട് പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 36 വരെ നമ്മൾ 40 മണിക്കൂർ വരെ നമ്മൾ ശ്രമിച്ചിരുന്നത്. 40 മണിക്കൂറാണ് നമ്മൾ എയിം ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമുക്കിതൊക്കെ പ്രാക്ടീസ് ചെയ്യണമല്ലോ. പിന്നെ കണ്ടിന്യൂസ് എത്ര നേരം വായിക്കാൻ പറ്റും നോക്കണം. അങ്ങനെ ഒരു 6 മാസത്തോളം വീട്ടിൽ ഇതിൻ്റെ തയ്യാറെടുപ്പ് നടത്തിയായിരുന്നു. എൻ്റെ ഡോക്ടർമാരെ കണ്ടു. അവർ ചില മെഡിസിൻസ്, ഈ ആയുർവേദ ഡോക്ടർ. അപ്പോൾ അവർ വായിച്ചു കഴിയുമ്പോൾ അവർ ഒരാളെ വിടും വീട്ടിലേക്ക്, തീരുമാനം വിടും. ബോഡിയൊക്കെ പെയിൻ ആയിരിക്കും. അപ്പോൾ നമ്മളൊരു 20 മണിക്കൂർ അടുത്ത ദിവസം വായിക്കുകയാണ്. അങ്ങനെ തന്നെ ചെയ്യണം.
അപ്പോൾ അതിൻ്റെ നമ്മൾ ആദ്യം ഒരു 8 മണിക്കൂർ അല്ല 5 മണിക്കൂർ, പിന്നെ ഒരു 8 മണിക്കൂർ, അടുത്ത ദിവസം അങ്ങനെ തുടർച്ചയായിട്ട് ഞാൻ 22 മണിക്കൂർ വരെ വായിച്ചിട്ടുള്ളൂ. അതിനപ്പുറം പറ്റിയിട്ടില്ല. നല്ലൊരു മാക്സിമം 22 വരെ എത്തിയുള്ളൂ. 22 പിന്നെ തളർന്നു പോയി. പിന്നെ ഈ ചെയ്ത സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് അന്നൊരു വലിയൊരു പെർഫോമൻസ് പോലെ നടത്തിയത്. അപ്പോൾ ആൾക്കാരുണ്ട്, ഇത്രയും മണിക്കൂർ ആളുകൾ, എൻ്റെ പിന്നിലൊരു ടീമുണ്ട്. അപ്പോൾ അത്രയും ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം ഇൻവൈറ്റ് ചെയ്തപ്പോൾ ആൾക്കാരിങ്ങനെ ഒരു പെർഫോമൻസ് ഷോ കാണുന്ന പോലെ വന്ന് പോയിക്കൊണ്ടിരുന്നതുകൊണ്ട് എനിക്കൊരു മടുപ്പുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങ് വായിച്ചു പോയി. അങ്ങനെ ഒരു 36 വരെ എത്തി കഴിഞ്ഞപ്പോൾ BP ഒക്കെ ചേഞ്ച് ആയി, ഓർമ്മയൊക്കെ പോയി. 36 മണിക്കൂർ അങ്ങനെ തന്നെ നിൽക്കണം. അപ്പോൾ ഒരു 1 hour ചെയ്യുമ്പോൾ 5 minutes ബ്രേക്ക് കിട്ടും. അതാണ് എൻ്റെ റൂള്. അങ്ങനെയാണ് 35 വരെ 36 വരെ എത്തി. 36 കഴിഞ്ഞപ്പോൾ നമ്മൾ ഡൗൺ ആയി. അപ്പോൾ ഇങ്ങനെ ബോധം മറഞ്ഞ പോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഡോക്ടർമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അത് ഓക്കെ ആയി. ഒരു എയിം അച്ചീവ് ചെയ്യാനായിട്ട് നല്ലൊരു സപ്പോർട്ട് തന്നെ കൂടെ ഫാമിലി എല്ലാവരും ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ 8 വർഷം ലൈഫിലെ വലിയൊരു അച്ചീവ്മെന്റ് ആണ്. പിന്നെ അതിന് മാത്രമല്ല, അതിന് വേണ്ടി എടുത്ത തയ്യാറെടുപ്പാണ് നമുക്ക് കൂടുതൽ ഗുണം കിട്ടിയത്. കാരണം അത്രയും സാധനങ്ങൾ പഠിച്ചു, മെറ്റീരിയൽ, സോങ്സ്, പ്രാക്ടീസ്, അത് ശരിക്കും ഗുണം ചെയ്തു. ഈവൻ എനിക്കത് കിട്ടിയില്ലെങ്കിൽ പോലും ഇത്രയും പഠിക്കാനുണ്ടായിരുന്ന ഒരു ഗുണം അത് എന്ന് എനിക്ക് ഇപ്പോഴും ഉണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഗുണം. മ്യൂസിക് ഫീൽഡ് ശരിക്കും പ്രൊഫഷൻ ആക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ വിഷൻ ചേട്ടൻ്റെ ലൈഫിൽ ആ ഒരു പ്രൊഫഷൻ കണ്ടിന്യൂ ചെയ്ത് ഈ ഒരു ലെവൽ വരെ എത്താൻ നമ്മുടെ ഫാമിലീസ് ഒക്കെ സപ്പോർട്ടീവ് ആയിരുന്നു? തീർച്ചയായും. അങ്ങനെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരാൾക്കാരെ എത്തിച്ചേരാൻ പറ്റില്ല. ഇത് ശരിക്കും പ്രൊഫഷൻ ആക്കണമെന്ന് വിചാരിച്ചുകൊണ്ടൊന്നും അല്ല നമ്മൾ പഠിക്കുന്നത്. ഇപ്പം എല്ലാവരും ഈ മ്യൂസിക്കൊക്കെ പഠിക്കുന്നത് നമ്മുടെ ഒരു താല്പര്യം അല്ലെങ്കിൽ ടൈം പാസിന് വേണ്ടി തന്നെയാണ്. അല്ലാതെ ഒരിക്കലും നമ്മൾ ഇത് ഞാൻ പ്രൊഫഷൻ ആക്കും എന്ന് പറഞ്ഞ് പഠിക്കാൻ പോകാൻ പറ്റൂലില്ല. കാരണം അങ്ങനെ ആവുന്ന ഒരു യാതൊരു ഉറപ്പുമില്ല. അപ്പം ഈ ഒരു താല്പര്യത്തിൽ പഠിച്ചത് പിന്നീട് പല അവസരങ്ങളിലേക്ക് വന്നു. ആ താല്പര്യം നമ്മൾ വളരെ വിനിയോഗിച്ചു. അത്ര താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ തുടർച്ചയായിട്ടുള്ള പ്രാക്ടീസും പല ആൾക്കാരായിട്ടുള്ള നമ്മളുടെ ബന്ധങ്ങളും, അതായത് ഇതുമൂലം ഉണ്ടായ ബന്ധങ്ങൾ, അങ്ങനെ കിട്ടിയപ്പോൾ അവസരങ്ങൾ കിട്ടി തുടങ്ങി. ആ അവസരങ്ങളാണ് പിന്നീട് നമ്മളെ പ്രൊഫഷനിലേക്ക് എത്തിച്ചത്. അതിനെ നിലനിർത്തിക്കൊണ്ട് പോകാന്നുള്ളതാണ് പിന്നെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ അത് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ നന്നായിട്ട് പഠിച്ചു തന്നെ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് വൈറലാവുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ചില വൈറൽ ആൾക്കാർ അല്ലെങ്കിൽ അതെല്ലാം നല്ലതാണ്. പക്ഷെ അവരൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ചിലപ്പോൾ 1 വർഷമോ 2 വർഷമോ പിന്നെ അവരാരും ഉണ്ടാവില്ല. പക്ഷെ സ്റ്റിൽ ഇപ്പോൾ എനിക്ക് 25 വർഷമായിട്ട് നിൽക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഭയങ്കര വൈറലാവണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. അല്ലെങ്കിൽ അങ്ങനെ വേണ്ട. പക്ഷെ ഉള്ളത് നിലനിന്ന് പോകാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഞാൻ നടത്തുന്നത്. നിർത്തിയിട്ടില്ല. ഇപ്പോഴും അതിന്റെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് എൻഗേജ്ഡ് ആണ്. അതുകൊണ്ട് അത്യാവശ്യം ന്യായമായിട്ട് തന്നെ നമ്മൾ ജീവിച്ചു പോകുന്നു എന്ന് തന്നെ പറയാം. സന്തോഷമുണ്ട് അങ്ങനെ പോകാൻ പറ്റുന്നതിൽ. പിന്നെ തീർച്ചയായും വൈഫ്, കാരണം നമ്മളിപ്പോൾ ഈ യാത്ര മറ്റു കാര്യങ്ങളാണ് എപ്പോഴും വീട്ടിലെപ്പോഴും ഉണ്ടാവാറില്ല. പല പ്രോഗ്രാമായിട്ടുള്ള വീട്ടിലെ കാര്യങ്ങൾ നോക്കണ വൈഫ് വേണം. പിന്നെ എനിക്കൊരു മോള് കൂടെ ഉണ്ട്. 2ാമത്തെ ആളുണ്ട്. 4 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ. വിഷൻ ചേട്ടനെ പോലെ തന്നെ മോളും, അതായത് പാർവതിയും ഇപ്പോൾ ഒരു വയലിൻ അത്യാവശ്യം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് അതും ഒരു പ്രൊഫഷനായിട്ട് വരുന്ന ഒരു ടൈം പീരീഡ് ആണല്ലോ. ഇപ്പോൾ വിശ്വൻ ചേട്ടന് എന്താണ് മോളെ കുറിച്ചുള്ള ആ ഒരു പ്ലാൻ? അപ്പോൾ ആള് അതൊരു പ്രൊഫഷനാക്കി എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സപ്പോർട്ട് ചെയ്ത് അതിന്റെ കൂടെ നിൽക്കുന്ന ഒരു അപ്രോച്ച് ആയിരിക്കുമോ എന്ന്? നിലവിൽ വേറൊരു ഇതിൽ താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആള് വയലിൻ ഇപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. അതിനുള്ള സാഹചര്യം ഞാൻ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ പഠിക്കാനുള്ള അവസരമുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. പഠിച്ചു കഴിഞ്ഞാൽ അവസരം ഉണ്ടാവും തീർച്ചയായും. ഒരിക്കലും നന്നായിട്ട് പഠിച്ച് ചെയ്യുന്ന ഒരാൾക്ക് അവസരം ഇല്ലാതിരിക്കില്ല. അങ്ങനെ തോന്നുന്നത് തന്നെ തെറ്റാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അറിവിൽ എൻ്റെ പരിചയക്കാരിലും ഇല്ല. നമ്മളുടെ സുഹൃത്തുക്കളും അല്ലെങ്കിൽ ഞാൻ പരിചയപ്പെട്ടുള്ള ആൾക്കാരെല്ലാവരും അത്യാവശ്യം നല്ല മ്യൂസീഷ്യൻസ് ആണ്. അവരൊക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നവരാണ്. അപ്പോൾ ആ ഒരു പരിചയം എനിക്കുള്ളൂ. അപ്പോൾ മോളുടെ കാര്യത്തിലാണെങ്കിലും അത് തന്നെ ഇനിയുള്ള പണ്ടത്തെക്കാളും കൂടുതൽ അവസരങ്ങൾ ഇപ്പോഴുണ്ടെന്ന് തന്നെ പറയാം. പഴയ കാലഘട്ടത്തിനേക്കാളും. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയാസും അല്ലെങ്കിൽ മീഡിയകൾ ഒരുപാടുള്ളതുകൊണ്ട് അതിനനുസരിച്ചുള്ള മ്യൂസീഷ്യൻസിനോ അല്ലെങ്കിൽ ഈ എന്റർടൈൻമെന്റ്സുമായിട്ട് നിൽക്കുന്നവർക്കൊക്കെ അവസരങ്ങൾ കൂടുതലാണ് ഇപ്പോൾ. തീർച്ചയായിട്ടും അത് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതെ. നമുക്കിനി അറിഞ്ഞുകൂടാ എങ്ങനെ ആവുന്നു. പക്ഷെ നിലവിൽ ഉള്ള കാര്യം നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഭാവിയിലെ കാര്യം ഒരിക്കലും പ്രെഡിക്റ്റബിൾ അല്ലല്ലോ. പാർവതിക്ക് എന്താണ് ആഗ്രഹം? ഈ ഒരു പ്രൊഫഷൻ കണ്ടിന്യൂ ചെയ്യാനാണോ? അത് എന്തെങ്കിലും മനസ്സിൽ വേറെ ഫ്യൂച്ചർ പ്ലാൻസ് ഉണ്ടോ? വയലിനിസ്റ്റ് ആവണമെന്ന് തന്നെയാണ്. പക്ഷെ എനിക്ക്
പണ്ടോട്ട് ഫാഷൻ ഡിസൈനിങ്ങോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇപ്പോഴും ഉണ്ട്. അത് പഠിച്ചാൽ കൊള്ളാവുന്നുണ്ട്, പക്ഷെ എന്താവും അറിയില്ല. വയലിൻ പഠിക്കുന്നതും കണ്ടിന്യൂ ചെയ്യുന്നതിനോടൊപ്പം ആ ഒരു ഫാഷൻ ഡിസൈനിങ് പഠിക്കണം എന്നാണോ അതെയോ? അതെ, അങ്ങനെ തന്നെ. രണ്ടും രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. വിഷൻ ചേട്ടന്റെ കയ്യിൽ ഒരു ഡിഫറെന്റ് ഒരു സ്പെഷ്യൽ വയലിൻ ഉള്ള കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. അതൊന്ന് നമ്മളൊന്ന് പരിചയപ്പെടുത്താമോ? തീർച്ചയായും. ഇതൊരു 7 സ്ട്രിങ് വയലിനാണ്. ഇതിന്റെ പേര് മാർക്ക് വുഡ് വൈപ്പർ എന്നാണ് ഇതിന്റെ പേര്. ഇത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. അമേരിക്കയിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വയലിൻ്റെ ഒപ്പം വിയോള, ചെല്ലോ, ഡബിൾ ബാസ് ഇത്രയും ശബ്ദം ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ അതാണ് ഈ 7 സ്ട്രിങ് വന്നേക്കുന്നത്. അതെ. ഇനി ഇല്ല, ഈ 7 സ്ട്രിങ് ഈ സീരീസ് ഇല്ല, ഞാനാണ് എടുക്കുന്നത് ആദ്യം. പിന്നെ ചില ഷോസിന് ഇത് ആവശ്യമുള്ളതുകൊണ്ട് യൂസ് ചെയ്യാം. എൻ്റെ പ്രത്യേക പ്രാക്ടീസ് ചെയ്യണം, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അത്ര ഈസി അല്ല. നമ്മൾ വയലിൻ വായിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് കൊടുത്താൽ അത് വായിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ഈ ചെല്ലോ ഡബിൾ ബാസും വായിക്കാൻ അറിയുന്നതുകൊണ്ടും എനിക്ക് കുറച്ചും കൂടെ കൈകാര്യം ചെയ്യാനും കംഫർട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ചെറിയൊരു ഡ്യുവറ്റ്, ഞങ്ങളൊരു കോമ്പോസിഷൻ ഞാൻ വായിച്ചു തരാം. ഐ മീൻ ഒരു പാട്ട്. ഇതെങ്ങനെയാണിത്, ഇതുകൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞങ്ങൾ കാണിച്ചു തരാം. പാർവതി, ഇനി വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാമോ? വീട്ടില് അപ്പൻ, അമ്മ, പിന്നെ എൻ്റെ അനിയത്തി ഉണ്ട്. അവളുടെ പേര് പാർത്ഥിവി എന്നാണ്. അവള് LKG പഠിക്കുന്നു. എൻ്റെ സ്കൂളിൽ തന്നെ പഠിക്കുന്നത്. അവൾക്ക് വയലിനോട് അത്ര ഇൻട്രസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കൊടുത്തു നോക്കിയിട്ടുണ്ട്, പക്ഷെ അങ്ങനെ വായിക്കാറില്ല. പിന്നെ ഡാൻസ് ഒക്കെ ചെയ്തുകൊണ്ട് നടക്കണ മേക്കപ്പിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ്. അതെ. അമ്മ എന്താ ചെയ്യുന്നത്? അമ്മ മ്യൂസിക് ടീച്ചറാണ്. 2 സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. വിഷൻ ചേട്ടനും പാർവതിയും സാംസ് ടോക്സിന്റെ ആ ഒരു ഫ്ലോറിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ സാംസ് മീഡിയ ആയിട്ടുള്ള ആ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? സാംസ് മീഡിയ ജോൺസണായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 22-24 വർഷമായിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ ഞാനും ജോൺസണൊക്കെ ഒരേ സമയത്ത് പഠിച്ചു വരുന്ന ആ സമയം, അല്ലെങ്കിൽ ചെറുതായിട്ടൊക്കെ പെർഫോം ചെയ്യുന്ന സമയമൊക്കെ ഒരേപോലെ തന്നെയായിരുന്നു. അപ്പോൾ ഞാനിവിടെ പല വർക്കുകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ സ്റ്റിൽ ലേറ്റസ്റ്റ് ആയിട്ടൊക്കെ ഒരുമിച്ചൊക്കെ ചെയ്യാറുള്ളതാണ്. പല പരിപാടികളും കണ്ടിന്യൂസ് ഇപ്പോഴും അത്രയും വർഷമായിട്ട് ഒന്നിച്ച് ചെയ്യുന്നതാണ്. സാംസ് മീഡിയയുടെ മിക്കവാറും ഹിറ്റായിട്ടുള്ള എല്ലാ ആൽബത്തിലും ഞാൻ വായിച്ചിട്ടുണ്ട്. ഷൂട്ട് വിഷ്വലിലും ഞാനുണ്ട്, ചിലതിൽ റെക്കോർഡിങ്ങിനും വായിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഫിലിം ചെയ്തിരുന്നു. അപ്പോൾ ഒരു ജയേട്ടനാണ് പാടിയത്, വിജയേന്ദ്ര സാർ. അന്ന് ഞാൻ സ്ട്രിങ്സ് സെഷൻ ഞങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതലും ഇപ്പൊ വിവാഹ വേദികളിലൊക്കെ കണ്ടുവരുന്നതാണ് ഫ്യൂഷൻ. അതും വിവിധ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും. അപ്പൊ അതിനെപ്പറ്റി എന്താണ് വിഷൻ ചേട്ടന്റെ ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ഫ്യൂഷന്റെ ആ ഒരു പ്രത്യേകതകള്, കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ? ശരിക്കും ആ ഫ്യൂഷൻ എന്നുള്ള പേര് തന്നെ അതിൽ യോജിക്കുന്നില്ലെന്ന് ഞാൻ പറയും. കാരണം ഫ്യൂഷൻ എന്നാൽ ഡിഫറെന്റ് കൾച്ചർ, ഡിഫറെന്റ് കൈൻഡ് ഓഫ് മ്യൂസിക്കിന്റെ ഒരു ബ്ലെൻഡ് ആയിരിക്കണം ഫ്യൂഷൻ. ഇപ്പൊ നമ്മളൊരു ഫ്ലൂട്ടും ഒരു വയലിനും കൂടെ ഒരേ മ്യൂസിക് വായിച്ചാൽ അത് ഫ്യൂഷൻ എന്ന് പറയാൻ പറ്റില്ല. അതിന് ജുഗൽബന്ദ് എന്നാണ് പറയേണ്ടത്. അത് പറയാൻ തെറ്റിദ്ധാരണയാണത്. ആ ഒരു പേരിൽ ഇപ്പൊ കോമൺ ആയിട്ട് പറയുമെന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും യഥാർത്ഥ ഫ്യൂഷൻ അതല്ല. അതാണ് എൻ്റെ ഒരു അനുഭവം. കാരണം നമ്മൾ പല കൾച്ചറിലും പല ആൾക്കാരുടെ കൂടെയും ചെയ്തിട്ടുള്ള ഒരു പരിചയത്തും കൂടെയാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോഴത്തെ രീതിയിൽ ഫ്യൂഷൻ എന്ന് പേരിട്ടു എന്നുള്ള പേര് മാത്രമേ അതിനെപ്പറ്റി പറഞ്ഞുള്ളൂ. രീതികൾ എല്ലാം നല്ലത് തന്നെയാണ്. കാരണം ഒരുപാട് കുട്ടികൾക്ക് അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് അവസരങ്ങളാണ് ഇപ്പോൾ. അത് ഒരു ഉപജീവനം തന്നെയാണ് ഇപ്പം ഇങ്ങനെയുള്ള പ്രൈവറ്റ് ഫ്യൂഷൻസ് അല്ലെങ്കിൽ ഫംഗ്ഷൻസിലെ വെഡിങ് പരിപാടികൾ.
ആ ഈവൻസിലെല്ലാം ഇൻസ്ട്രുമെന്റ് എന്ന് ഫ്യൂഷൻ എന്നുള്ള അതാ ആദ്യം പറഞ്ഞു, ഫ്യൂഷൻ എന്നുള്ള പേരിട്ട് വിളിക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ എല്ലാവരും അത് തന്നെ പറയുന്നു. അപ്പോൾ അതിന്റെ ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് വായിക്കാൻ അവസരം ഒരുപാട് പേർക്ക് കിട്ടുന്നുണ്ട്. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. മനസ്സിലായോ? അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അതിലൂടെ കുറെ കലാകാരന്മാർ ഉയർന്നു വരുന്നുണ്ട്. പിന്നെ റിയൽ മ്യൂസിക്കാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ. മ്യൂസിക് നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ, കൺസിസ്റ്റൻസി കിട്ടുള്ളൂ നമുക്ക്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സിനിമാ ഗാനങ്ങൾ മാത്രം പഠിക്കുക, അത് മാത്രം അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു ലൈഫ് എത്ര കാലം ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ ഏതും വായിക്കാൻ നമ്മൾക്കൊരു കഴിവുണ്ടാവണം. ഏത് സിനിമാ പാട്ടുകളെന്നല്ല, ഏത് കൈൻഡ് ഓഫ് മ്യൂസിക്കും നമ്മൾ വായിക്കാൻ കഴിവുണ്ടാവണമെങ്കിൽ നമ്മൾ അത്യാവശ്യം പഠിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുക. അപ്പൊ ഇന്ന് സാം സ്റ്റോക്സിന്റെ ഓഡിയൻസിന് വേണ്ടിയിട്ട് എന്താണ് ഒരു സ്പെഷ്യൽ ആയിട്ട് വിഷൻ ചേട്ടൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്? ഒരു പരീക്ഷണമാണ്. എൻ്റെ ഒരു ലൂപ്പർ, ഒരു പ്രൊസറുണ്ട്. ഞാൻ അതിൽ കൂടെ വായിച്ച് നമ്മുടെ ഒരു സ്പാനിഷ് മ്യൂസിക്കും നമ്മുടെ കർണാടകയിലെ വാദാബി എന്നൊരു കീർത്തനം കൂടെ ഒന്നിച്ച് ബ്ലെൻഡ് ചെയ്യുന്നൊരു, ഞങ്ങൾ രണ്ടും കൂടെ ഒരു ചെറിയ സാധനം വായിക്കാം. കർണാട്ടിക് വെസ്റ്റേൺ ഫ്യൂഷൻ. ആക്ച്വലി ഇതാണ് ഫ്യൂഷൻ എന്ന് പറഞ്ഞ ഇതാണ്. ഇതിന്റെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് മ്യൂസിക്കിന്റെ ബ്ലെൻഡ് ആണ് ഫ്യൂഷൻ. അപ്പൊ അത് ഞാൻ ഒന്ന് അവതരിപ്പിച്ച് കാണിച്ചു തരാം. എന്തായാലും നമുക്ക് സാംസ് മീഡിയയുടെ ഈ ഒരു എപ്പിസോഡിൽ മകളോടൊപ്പം വന്ന് പങ്കെടുക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം.
സാംസ് ടോക്സിന്റെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു അതിഥിയുമായി വീണ്ടും കാണുന്നവരെ, ദിസ് ഇസ് ജോത്സ്ന ജോജി ഫ്രം സാംസ് മീഡിയ സൈനിങ് ഓഫ്.